നിലവിലിപ്പോൾ പാഠങ്ങളൊക്കെ പഠിപ്പിച്ച് തീർന്നതാണ്. ഇപ്പോൾ എങ്ങനെ പഠിക്കണം എന്നുള്ളതിനെ കുറിച്ചിട്ട് ഇപ്പോൾ ഓൾറെഡി അവർ 10-12 കൊല്ലമായിട്ട് സ്കൂളിൽ പോകുന്ന ആൾക്കാരാണ്. പക്ഷേ അത് എങ്ങനെ പഠിക്കണം, എങ്ങനെ എഫക്റ്റീവായിട്ട് പഠിക്കണം എന്നുള്ളതിനെക്കുറിച്ച് കൃത്യമായിട്ട് ധാരണയില്ല. അപ്പോൾ ഇന്നത്തെ നൈറ്റ് ക്യാമ്പ് ഏകദേശം നമ്മളൊരു 2000 ചോദ്യം കുട്ടികളൊപ്പം ഇരുന്ന് ചെയ്യുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവർ മുന്നേ കുറേ ചോദ്യങ്ങൾ കണ്ട് പരിചയിച്ച് ട്രെയിനിങ്ങിൻ്റെ ഭാഗമായിട്ട് ഇങ്ങനെ എക്സാമിങ് ട്രെയിനിങ് ആണ്, അല്ലാതെ വെറുതെ പഠിപ്പിച്ച് വിടുക എന്നുള്ളൊരു പ്രോസസ്സ് മാത്രമല്ല ഉദ്ദേശിക്കുന്നത് പൊതുവായിട്ട്. ഇപ്പോൾ ഇവിടെ ഇരുന്ന് നിൽക്കുമ്പോൾ അവർക്ക് ലൈവായിട്ട് അവർക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നേരെ എന്നോട് ചോദിക്കാം, ഞാനിവിടെ ഉണ്ട്, അവരും ഒരുമിച്ചിരുന്ന് അങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് പോകാം. മേ ബി അല്ലറ ചില്ലറ എന്തെങ്കിലുമൊക്കെ തെളിഞ്ഞാൽ റെഡി ആവുന്ന കുറേ കൺസെപ്റ്റുകളൊക്കെ ഈ ഒരു ഇരുത്തം കൊണ്ട് തീരും. അങ്ങനെ ജസ്റ്റ് കൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറഞ്ഞൊരു സാധനത്തിലേക്ക് കുട്ടികളെ എത്തിക്കുക എന്നുള്ളതാണ് പ്രധാന ഉദ്ദേശം. അല്ല വെറുതെ അങ്ങോട്ട് പഠിപ്പിച്ച് വിടുക എന്നല്ല. അത് ഞാൻ മാത്രമല്ല, പൊതുവെ എല്ലാ ഫാക്കൽറ്റീസും എല്ലാ സബ്ജക്റ്റും അങ്ങനെ തന്നെയാണ്. ഇവരെ ഇൻഡിവിജ്വൽ കെയറിങ് ആണെങ്കിൽ മെൻറ്റേഴ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. എല്ലാതിൻ്റെ അപ്പുറത്ത് ഇനി ഇവർക്കൊന്നും കിട്ടാൻ ബാക്കിയാവരുത് എന്നുള്ളതിൻ്റെ ഒറ്റൊരു ഉദ്ദേശമാണ്. അതാണ് ഇവിടുത്തെ മെയിൻ പ്രത്യേകത. നമ്മൾ എല്ലാവരും ഒരുമിച്ചുള്ളൊരു ടീം വർക്കാണ്. കുട്ടികളാണെങ്കിലും അവരും സഹകരിക്കും. രാത്രി 12 മണി 12:30 വരെയൊക്കെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഈ കുട്ടികളിപ്പോൾ പകലിരുന്ന് പഠിച്ചതിനപ്പുറത്താണ് ഈ രാത്രി ഉള്ളത്. അപ്പോൾ ഒരു അവസാനത്തേക്കൊക്കെ ആകുമ്പോൾ നമ്മൾ കുട്ടികളെ വെറുതെ ചുമ്മാ ഇരുന്ന് ഓക്കെ ഇനി പഠിച്ചാൽ തീരുമോ എന്നുള്ള ആലോചിച്ച് ബുദ്ധിമുട്ടിക്കാവുന്ന ഒരു ലെവലിലേക്ക് എത്തിക്കാറില്ല. അങ്ങനെ ചെയ്യരുത് എന്നുള്ളതാണ് മെയിനായിട്ടുള്ള ഇവിടുത്തെ ഒരു ഓർഡറും ഇവിടുത്തെ റൂട്ടൊക്കെ അങ്ങനെയാണ്. പഠനം പാൽപ്പാസാക്കുക എന്നുള്ളത്, പഠനം പാൽപ്പാസാക്കുക എന്നുള്ളത് ഉദ്ദേശിച്ച് കുറച്ചും കൂടി എളുപ്പമാക്കുക എന്നുള്ളതാണ്. ഒക്കെ അവർക്ക് ഒരു എക്സാമിനേഷനിൽ പോയി ഇരിക്കുമ്പോൾ ഓക്കെ ഇത് എവിടെയോ കണ്ടുപരിച്ച് അങ്ങനെ ആവരുത്. ലൈവ്ലി ടച്ച് ഉള്ളൊരു സാധനമായിരിക്കണം. അതായത് ഇപ്പോൾ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഞങ്ങളൊരു 50 ചോദ്യം ചെയ്യാൻ 50 മിനിറ്റ് ആണെങ്കിൽ ഇപ്പോൾ ഒരു 10-20 മിനിറ്റ് കൊണ്ട് അത് തീർക്കുക എന്നുള്ളതാണ്. അതാണ് എഫക്റ്റീവ് ആവുക, ക്വാളിറ്റി ടൈം കൊടുക്കുക, അവരെങ്ങനെ പഠിക്കണം എന്നുള്ള രീതി അതാണ്. വെറുതെ നമ്മൾ പഠിപ്പിച്ച് വിട്ടാൽ പല കുട്ടികൾക്ക് പല ക്യാച്ചിങ് കപ്പാസിറ്റിയാണ്. അപ്പോൾ അവർ എഫക്റ്റീവായിട്ട് എങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ ഇരുത്തണം, എങ്ങനെ അവർ കൺസീവ് ചെയ്യണം ഈ സംഭവങ്ങളൊക്കെ, അങ്ങനത്തൊക്കെയാണ് ഉദ്ദേശം. ദേ ആർ വെരി ഹാപ്പി. അടിപൊളിയാണ്. കാരണം നമുക്ക് കൂടി ആവേശമാണ്, കുട്ടികളിങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് കൂടി ഇത് കൂടുതൽ ആവേശമാണ്. ഉഷാറായിട്ട് പോണു. എസ്പെഷ്യലി നൈറ്റ് ക്യാമ്പിൻ്റെ കാര്യം തന്നെ. ഇപ്പോൾ ഗേൾസിനെ നമ്മൾ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യിപ്പിക്കും, ബോയ്സിനെ 12 മണിക്ക് നിയറസ്റ്റ്. അതിനുവേണ്ടി നമ്മൾ അവരുടെ ഹോസ്റ്റലിൽ കുറച്ച് ഇത്തിരി ഗ്യാപ്പിലായിരുന്നു, അത് നിയറസ്റ്റ് ആക്കി മാറ്റി ഈ ക്യാമ്പ് പ്രമാണിച്ചിട്ട്. അപ്പോൾ ബോയ്സിനെ 12 മണിക്ക് അങ്ങോട്ടേക്ക് കൊണ്ടുപോകും, ഗേൾസിന് ഇവിടെ തന്നെ താമസിക്കാൻ ടീച്ചേഴ്സും അവരുടെ കൂടെ ഇവിടെ ഉണ്ടാവും. അപ്പോൾ 12 മണിക്ക് ശേഷം പഠിക്കേണ്ടവരും ഇവിടെ തന്നെ ഇരുന്ന് പഠിക്കുന്നു. രാത്രി അത് കഴിഞ്ഞാൽ ഇവിടെ കിടന്നുറങ്ങുന്നു. രാവിലെ വരുമ്പോഴേക്കും അവർ ഇവിടെ തന്നെ ഫ്രഷായി റെഡി ആയിട്ടിരിക്കുന്നു. ആ ഒരു സിസ്റ്റം. അതിനപ്പുറം ഞങ്ങളിപ്പോൾ ഈ ടീം ഹെഡായിട്ട് നമ്മൾ ഈ വർക്ക് ചെയ്യുമ്പോൾ ഞങ്ങളുടെ കൂടെ മെൻറ്റേഴ്സ് ഉണ്ട്. ഈ മെൻറ്റേഴ്സിനെയും കൂടെ ചേർത്തിട്ട് ഇപ്പോൾ ലാസ്റ്റ് ടൈമിൽ ഞങ്ങൾ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ ഇവാലുവേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് നമ്മളെപ്പോഴും പറയാറുണ്ട്. ഈഗിൾസിൻ്റെ മാത്രം ഒരു എന്താ പറയുക, ഒരു യുണീക്നെസ് എന്ന് പറയാം ഇവാലുവേഷൻ. അതിപ്പോൾ ഞങ്ങൾ ലാസ്റ്റ് ടൈം ഏറ്റെടുത്ത് ലാസ്റ്റ് 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒരു കുട്ടി വരുമ്പോൾ ഒരു മോക്ക് എഴുതാനാണ് ഒരു കുട്ടി നമ്മളെടുത്ത് വരിക. ഒരു ഫുൾ മോക്കാണ് ഒരു കുട്ടി ഇവാലുവേഷനായിട്ട് ചെയ്യുന്നത്. അത് എല്ലാ സബ്ജക്റ്റിനും, ഈ പറയുന്ന 4 സബ്ജക്റ്റിനും ഒരു മോക്ക് എഴുതുന്നു. ഈ മോക്ക് കംപ്ലീറ്റ് ആയി അതിൽ എത്രമാത്രം ശരികൾ അവർ വരുത്തിയിട്ടുണ്ടോ അതിനനുസരിച്ച് ട്രാക്ക് റെക്കോർഡ് എന്ന് പറയുന്ന ഞങ്ങളുടെ ആ ഒരു ബുക്കിൽ സൈൻ ചെയ്ത് കൊടുക്കും. കുട്ടികൾക്ക് 12 മണി വരെ കൊടുത്തിട്ടും അവർക്ക് പോരാ. അതാണ് അവർ പറഞ്ഞത്, ഇനി നിൽക്കട്ടെ. ഇപ്പോൾ ഓരോ ദിവസവും ശരിക്കും 1.5 ഇടവിട്ട ദിവസങ്ങളാണ് ഇപ്പോൾ ക്യാമ്പ് നടക്കുന്നത്. എല്ലാ ദിവസവും ബാഗിൽ ഡ്രസ്സുമായിട്ടാണ് കുട്ടികൾ വരിക. അതാണ് അവസ്ഥ. അത് ഇന്ന് നിൽക്കട്ടെ, അത് അവർ ചോദിച്ചാൽ നമ്മളങ്ങനെ ആ ഒരു രീതിയിലാണ് അവർ പോകുന്നത്. അവർ എന്തിനോ റെഡിയാണ്. അവരുടെ ആ ഒരു ഇതാണ് ഞങ്ങളെ ഈ ഒരു ഊർജ്ജത്തോടെ കൊണ്ടുപോകാൻ സപ്പോർട്ട് ചെയ്യുന്നത്, സഹായിക്കുന്നത്. എൻ്റെ പേര് സഹറുൽ ഇസ്ലാം. പിന്നെ കുട്ടികളെ ക്യാമ്പിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കും കുട്ടികളെ പോലെ തന്നെ നമുക്കും ഭയങ്കര ആർജവമാണ്. കാരണം ഞങ്ങളുടെ ഇടയിലും ഒരു കോമ്പറ്റീഷൻ ഉണ്ട്, പിന്നെ അതുപോലെ തന്നെ കുട്ടികളുടെ ഇടയിലും നല്ല പാസ്സാവണം എന്നുള്ളൊരു കോമ്പറ്റീഷൻ ഉണ്ട്. എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ പാസ്സാക്കണം അങ്ങനത്തെ രീതിയിലാണ് എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ബാക്കിയുള്ളവർ ടീം മെമ്പേഴ്സിനെ കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യുക അങ്ങനെയൊന്നുമില്ല. എല്ലാവരെയും കൺസിഡർ ചെയ്തിട്ട് തന്നെ, പക്ഷേ ഞങ്ങളെ മെമ്പേഴ്സിനെ ഞങ്ങൾ സ്വന്തം കുട്ടികളെ പോലെ തന്നെയും ബാക്കിയുള്ളവരെയും ഞങ്ങൾ കുട്ടികളെ പോലെ തന്നെ കൺസിഡർ ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ നോക്കുന്നത്. പിന്നെ ഇപ്പോൾ മാം പറഞ്ഞ പോലെ കുട്ടികൾ ഇങ്ങോട്ട് വന്ന് റിക്വസ്റ്റ് ചെയ്യാണ്, ഞങ്ങൾ രാത്രി 12 മണി വരെ ഇരിക്കട്ടെ, 10 മണിക്ക് പോകണം എന്ന് പറയുമ്പോൾ കുട്ടികൾ പറയും ഞങ്ങൾ കുറച്ചും കൂടി ഇരുന്ന് പഠിക്കട്ടെ, കുറച്ചും കൂടി ഇങ്ങോട്ട് പഠിക്കട്ടെ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങോട്ട് റിക്വസ്റ്റ് ചെയ്യാണ്. അപ്പോൾ അതുപോലെ കുട്ടികളുടെ നിന്നും നല്ല പോസിറ്റീവ് റെസ്പോൺസാണ് കിട്ടുന്നത് എന്തായാലും ക്യാമ്പിന്. അപ്പോൾ നമ്മൾ ഈഗിൾസിൽ കുട്ടികൾ പഠിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ അവർക്ക് ബെനിഫിറ്റായിട്ട് കിട്ടുന്നത് അവരുടെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏകദേശം 2-3 മാസം അവർക്ക് എക്സ്ട്രാ പഠിക്കാനുള്ള, അതായത് ഫ്രീ ടൈമായിട്ട് കിട്ടും. ഫുള്ള് ക്ലാസ് കഴിഞ്ഞിട്ട് 3 മാസത്തിനടുത്ത് അവർക്ക് പഠിക്കാൻ കിട്ടുന്നുണ്ട്.
അപ്പോൾ നമ്മളെന്താ വെച്ചാൽ അവർക്ക് ഇൻഡിവിജ്വലി അവർക്ക് അറ്റൻഷൻ കിട്ടുന്നതും അതുപോലെ ഓരോ സബ്ജക്റ്റും ഇവിടെ മെൻറ്റേഴ്സ് ഉണ്ട്. ആ മെൻറ്റേഴ്സ് രാവിലെ മുതൽ ഏകദേശം വൈകുന്നേരം വരെ ഇപ്പോൾ അവർ ഈ നൈറ്റ് ക്യാമ്പൊക്കെ തുടങ്ങുമ്പോൾ അവർക്ക് രാത്രി വരെയും അവരുടെ കൂടെ നിന്നിട്ട് അവർക്ക് എല്ലാ ഇൻഡിവിജ്വൽ സപ്പോർട്ടും അതുപോലെ സബ്ജക്റ്റ് വൈസ് സപ്പോർട്ടും അവർ കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മെയിൻലി ഇവിടെ പറയേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ മെൻറ്റേഴ്സ് തന്നെയാണ്. രാവിലെ മുതൽ രാത്രി വരെ കുട്ടികളുടെ കൂടെ നിന്നിട്ട് അവർ ഓരോ കുട്ടീനെ ഇൻഡിവിജ്വലി അവരെ പഠിപ്പിച്ചിട്ടും അവരുടെ റിസൾട്ട് പ്രതീക്ഷിച്ചിട്ട് തന്നെയാണ് ഓരോ മെൻറ്റേഴ്സും പഠിപ്പിക്കുന്നത്.